മാരിയേജ് ഈസ് എ കവനൻറ്റ്. വിവാഹം ഒരു ഉടമ്പടിയാണ്. വിവാഹത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ ഇച്ചിരി കൂടെ വിശദമായിട്ട് ഇന്ന് എടുക്കുകയാണ്. കുടുംബങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൻ്റെ വില എന്തെന്ന് നമുക്കറിയാൻ വയ്യ. ഇത് ദൈവമാണ് സൃഷ്ടിച്ചത്. പിന്നെ നമ്മൾ നമ്മുടെ തന്നെ ബുദ്ധിയിൽ എന്തൊക്കെ കാണിച്ചു വെച്ചാൽ അത് ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി സമയമെടുക്കും. മനുഷ്യനെപ്പോഴും ഇങ്ങനെയാണല്ലോ, ഒരു യാത്രയും പിന്നെ താഴോട്ട് പോകും, പിന്നെ അത്. അതായത് സയ്യൂർ മലയുടെ ചുറ്റും 40 വർഷം ഇവർ കറങ്ങി നടന്നു. അവസാനം ദൈവം തമ്പുരാന് കരുണ തോന്നി കനാൻ ദേശം കാണിച്ചു കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് കുഴിയിലാണ് നമ്മൾ വീഴുന്നത് ആ കുഴിയിൽ തന്നെ എപ്പോഴും വീണുകൊണ്ടിരിക്കും. കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പേ ഉറച്ച പാറയിൽ അവരെ വചനം പഠിപ്പിച്ചില്ല എങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ഇല്ല. പിന്നെ ചെറുക്കനും പെണ്ണും അല്ലെങ്കിൽ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം അല്ലെ അവർ സ്നേഹിച്ചു കല്യാണം കഴിച്ചു, അന്നേരം അവർ കുടുംബം നോക്കുന്നില്ല, പിന്നെ അവരുടെ യോജിപ്പ് നോക്കുന്നില്ല. ഒരു ഇമോഷൻസിൽ ഒന്നിച്ച് നിന്നിട്ട് കുടുംബ ജീവിതത്തിലേക്ക് കയറുമ്പം മിക്ക കുടുംബങ്ങളും ഡിവോഴ്സിലായിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അതിന് കാര്യമായിട്ട് ഇച്ചിരി ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ അത് ഇപ്പോൾ ചർച്ചുകളിലൊക്കെ ഒരു മാസത്തേക്ക് കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്. അത് എത്രമാത്രം പ്രയോജനമുണ്ടെന്നുള്ളതിൻ്റെ സ്റ്റഡിയൊന്നും ഞാൻ കണ്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഡിവോഴ്സ് ഈസ് വെരി ഹൈ ഇൻ ക്രിസ്ത്യൻ ഫാമിലീസ്. കുടുംബജീവിതത്തിന് ഒത്തിരി, കാരണം അത് ശരിയായിട്ട് പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെയാണ്. പഠിപ്പിക്കാൻ ആളുകളില്ല. ഒന്നാമത് അറിയാവുന്നവർ പഠിപ്പിച്ചാൽ തന്നെ അത് ചോദ്യം ചെയ്യുന്നൊരു തലമുറയായിട്ടും മാറിയിട്ടുണ്ട്. രണ്ടും പറയണം. ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത്. കവനൻ്റ് ഇൻ ദ ബൈബിൾ, കവനൻ്റ് ഈസ് എ ഫോർമൽ ബൈൻഡിങ് അഗ്രീമെൻറ്റ് or relationship between two parties, often involving promises and obligation. അതായത് ഉടമ്പടി എന്ന് പറയുന്നത് ബൈബിൾ അനുസരിച്ച് 2 പേരെ അഗ്രി ചെയ്യാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. അത് 2 പാർട്ടികൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദത്തങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്യും, നീ ഇത് ചെയ്യും, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതാണ് എൻ്റെ പ്ലാൻ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കോൺട്രാക്റ്റ് പോലെ തന്നെ, പക്ഷെ കോൺട്രാക്റ്റിനെക്കാട്ടിലും ഫോഴ്സ്ഫുള്ളാണ്. ബിക്കോസ് കവനൻ്റ്, ബിബ്ലിക്കൽ കവനൻ്റ് എവർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എന്നേക്കും നിലനിൽക്കുക. അത് നമ്മൾ കോൺട്രാക്റ്റ് നമുക്ക് വലിച്ചു കയറിക്കളയാം. ഒരു പാർട്ടി തെറ്റ് ചെയ്താൽ ഇത് ചെയ്യുമെന്നും പറഞ്ഞ് അത് നമുക്ക് മാറ്റിക്കളയാം. മിക്ക കല്യാണങ്ങളും പുറത്ത് കോൺട്രാക്ച്വൽ ബേസിസിലാണ് കയറുന്നത്. പക്ഷെ അത് തെറ്റാണ്. ഫൗണ്ടേഷൻ ഇറ്റ് സെൽഫ് ഈസ് റോങ്. പിന്നെ എങ്ങനെയാണ് നിൽക്കുന്നത്? അതായത് മണലിൻ്റെ പുറത്ത് വീടുണ്ടാക്കി നമ്മൾ എളുപ്പമുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്തെടുക്കുന്ന ഒരു ജനതയായി മാറിയിരിക്കുന്നു. അത് നിലനിൽക്കത്തില്ല എന്നറിയുന്നുവെങ്കിൽ നമുക്കല്ല പ്രശ്നം വരുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ഭാരം വരുന്നത്, തലമുറകൾക്ക് ഭാരം വരുന്നു, കുടുംബത്തിന് പ്രശ്നം വരുന്നു, കൂടെ അടുത്തിരിക്കുന്ന എല്ലാവരെയും അത് എഫക്റ്റ് ചെയ്യും. അത്രയും വളരെ വിശാലമായ ഒരു കാര്യമാണ് ഈ കവനൻറ്റിനകത്തോട്ട് എൻ്റർ ചെയ്തേച്ച് അത് കീറിക്കളയുമ്പോൾ എവ്രിബഡി ഗെറ്റ്സ് ഹേർട്ട്. അപ്പോൾ കവനൻ്റ് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത് ദൈവം തമ്പുരാൻ തന്നെയാണ്. അബ്രഹാമിനെ നോക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് ഒരു കവനൻ്റ് അല്ലെങ്കിൽ ഉടമ്പടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദൈവം തമ്പുരാൻ പറഞ്ഞു കൊടുത്തു. ഒരാട്ടിൻകുട്ടി, ഒരു കാളക്കുട്ടിയെ, പിന്നെ തന്നെ ഒരു ചെറിയ 2 പ്രാക്കളെയും കൊണ്ടുവന്നിച്ച് നീയുണ്ട് അത് യാഗമാക്കി കൊണ്ടുവച്ചിട്ട് അങ്ങനെ അബ്രഹാം ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ. കുറേ കഴിയുമ്പോൾ അബ്രഹാം ഉറങ്ങിപ്പോയി എന്ന് വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട് ഉറങ്ങി? കാരണം ഈ തീ ഇറക്കിയാണ് അന്ന് കവനൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നിട്ട് ഈ യാഗവസ്തുക്കൾ കരിഞ്ഞു പോകണം. അതാണ് അപ്പം ദൈവം സ്വീകരിച്ചത്. അപ്പോൾ ഈ യാഗവസ്തു രണ്ടായിട്ട് കീറിയിട്ട് അതിൻ്റെ നടുക്കാണ് അബ്രഹാം നിൽക്കുന്നതെങ്കിൽ തീ ഇറങ്ങുമ്പോൾ അബ്രഹാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ദൈവം ഒരു ഗാഠനിദ്ര കൊടുത്ത് അബ്രഹാം ഉറങ്ങിപ്പോയെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം മാറി നിന്ന് ആ സമയത്ത് ദൈവം ഇറങ്ങി വന്ന് ഈ കവനൻ്റ് അതായത് യാഗവസ്തുവിനെ സ്വീകരിച്ച് തീ കത്തിച്ചു. അതോടുകൂടി കവനൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചത് ഉറപ്പിക്കുകയാണ്. വസ്തുവകളുടെ കാര്യത്തിൽ, മക്കളുണ്ടാകുന്നതിലൊക്കെ ഈ കവനൻ്റ് ഉറപ്പിച്ചത് ഈ യാഗം കൊടുക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് നടന്നപ്പം അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹമുള്ള ഒരു വിശ്വാസി ആയതിനാൽ അബ്രഹാമിനെ മാറ്റി നിർത്തി ദൈവം ഒരു കവനൻ്റ് എസ്റ്റാബ്ലിഷ്. എന്താണ് ഈ കവനൻ്റെ ഉദ്ദേശം? ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ദേശത്തിൽ നിന്നിൽ നിന്ന് രാജാക്കന്മാരുണ്ടാകും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പം ഈ അബ്രഹാമിന് ഇത് സ്വീകരിക്കണമെങ്കിലും ദൈവത്തിൻ്റെ കൃപ വരണം.
അപ്പോൾ അബ്രഹാമിന് തന്നെത്താൻ ഈ കവനൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിർത്താൻ ഒക്കാത്തതിനാൽ ദൈവം ഈ കവനൻ്റ് പറയുമ്പം നീ അവിശ്വസ്തനാണേ പോലും ഞാൻ വിശ്വസ്തനാണ്, നിനക്ക് ബലമില്ലെങ്കിൽ ഞാൻ ബലം തരും. കാരണം ഞാൻ ശക്തനായവൻ ഈ കവനൻ്റിൽ, അതായത് ഞാനുമായിട്ട് ഉടമ്പടി എടുത്ത അതപ്പുറത്തെ വ്യക്തി അത്ര ശക്തനാണെങ്കിൽ എൻ്റെ ബലഹീനതയ്ക്ക് അപ്പുറമായിട്ട് അവൻ എന്നെ സ്വീകരിക്കുന്നു. അതാണ് ദൈവവും അബ്രഹാമായിട്ട് ചെയ്തത്. അപ്പോൾ അബ്രഹാം വിശ്വാസികളുടെ പിതാവെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒരു കുടുംബവും നിൽക്കാൻ പോകുന്നില്ല, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നത്. അവിടെയാണ് കവനൻറ്റിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫോർമൽ ബൈൻഡിങ് അഗ്രിമെൻറ്റ്. ഇറ്റ്സ് എ ടേം ദറ്റ് ക്യാരീസ് വെയ്റ്റ്, signifying a sacred and solemn agreement, not just a simple contract. അതായത് ഇതിന് വെയിറ്റ് ഉണ്ട്, ഇത് വിശുദ്ധമാണ്, ഇത് സോളമാണ്, ഇത് ചുമ്മാതെ ഉണ്ടാക്കുന്നതല്ല, ഇത് ദൈവം നിയോഗിച്ചതാണിത്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ദൈവമാണ് നിയോഗിച്ചിരിക്കുന്നത്. ഒരു പുരുഷനും സ്ത്രീയും കൂടെ ചേരണമെന്നും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് സ്വർഗമാണ് നിയോഗിച്ചത്. ഏത് കുടുംബത്തിലുണ്ടാണെന്ന് തീരുമാനിച്ചത് ദൈവമാണ്. ഇങ്ങനെയൊക്കെ ഒരാൾ പുറകിൽ നമ്മളെ കരുതുന്നെങ്കിൽ, അതിന് വിപരീതമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്. അത് അനുഭവിക്കുന്നത് നമ്മൾ തന്നെ, അല്ല ദൈവമൊന്നും പറയൂല അന്നേരം. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും ഈ പ്രാർത്ഥനയില്ലാതെ, ശരിയായ പ്രാർത്ഥനയില്ലാതെ വിവാഹം നടത്തി കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ദുരിതങ്ങൾ ചെറുതൊന്നുമല്ല. എന്നാൽ പ്രാർത്ഥനയോടെ ദൈവാത്മാവിൽ നിന്ന് എടുക്കുന്ന കുടുംബങ്ങളിൽ എത്ര കഷ്ടത്തിൻ്റെ നടുക്കും അവരൊന്നിച്ച് നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. ദൈവം പറയുന്നത് ചില കീ ആസ്പെക്ട്സ് ഓഫ് ദി കവനൻറ്റ്, അതായത് ഇറ്റ്സ് എ ബൈൻഡിങ് അഗ്രിമെൻ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബൈൻഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് കവനൻറ്റ്? ബോത്ത് പാർട്ടീസ് മേക്ക് കമ്മിറ്റ്മെൻറ്റ്. അത് ചുമ്മാതെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്നുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ഞാനിത് ചെയ്യാം, നീ ഇത് ചെയ്യാം. അവർ രണ്ടുപേർക്കും പറയാൻ വേണ്ടി നടുക്ക് നിന്ന് പുരോഹിതന്മാർ മെയിൻ ലൈൻ ചർച്ചിൽ പറയുന്നു. പിന്നെ വെസ്റ്റേൺ കൺട്രീസിൽ പുരുഷനും സ്ത്രീയും അങ്ങോട്ടും ഇങ്ങോട്ടും വാവ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ദറ്റ്സ് എ ഡിഫറെൻറ്റ് ഫോം ഓഫ് വെഡിങ്. എന്താണേലും സാരം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അവർ അന്യോന്യം ഏറ്റെടുത്ത് ഒരു കുടുംബജീവിതം തുടങ്ങിയാണ്, ഭാര്യയായിട്ടും ഭർത്താവായിട്ടും പുരുഷനും സ്ത്രീയുമായിട്ടും. ദീസ് ആർ ഫണ്ടമെൻ്റൽ. ഒന്ന് ഈ കീ ആസ്പെക്ട് ബൈൻഡിങ് അഗ്രിമെൻ്റ് ആണ്. ദർ ഇസ് എ പ്രോമിസ് ആൻഡ് ഒബ്ലിഗേഷൻ. അതായത് ഗോഡ് often makes a promise to humanity and in return he may require certain conduct or obedience. നമ്മൾ ഒരു വിവാഹത്തിലേക്ക് ഒരു ഭാര്യ ഭർത്താവായിട്ട് കയറുമ്പം ദൈവം ചില നിബന്ധനകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് കുടുംബം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു ബൈൻഡിങ് അഗ്രിമെൻ്റ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദത്തങ്ങൾ, പ്രോമിസസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അതിൻ്റെ കൂടെ ചില ഓബ്ലിഗേഷൻസ് ചെയ്യേണ്ടത് വരും. പിന്നെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കവനൻറ്റ്. അപ്പം ഈ കവനൻ്റ് അൺകണ്ടീഷണൽ കവനൻ്റ്, അതായത് ഞാൻ എൻ്റെ ജീവിത അന്ത്യം വരെയും നിൻ്റെ കൂടെ നിൽക്കാമെന്നുള്ളൊരു കവനൻറ്റിലോട്ട് അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിലോട്ട് കയറുമ്പോൾ ഇത് സമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് വിളിച്ചു പറയുക, അല്ലെ ഒരു അച്ഛൻ നിർത്തി ഒരു പുരുഷനെ ഒരു സ്ത്രീയെ നിർത്തി പറയിപ്പിക്കുമ്പോൾ ദേ ആർ മെച്യൂർ പീപ്പിൾ ആൻഡ് ദേ ആർ ബൗണ്ട് ടു ബൈ ദ കമ്മിറ്റ്മെൻറ്റ് വിച്ച് ദേ മേക്ക് ഓൺ ദ ഡേ ഓഫ് വെഡിങ്. അത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. കഴിവില്ലാത്തവർ ചോദിച്ചാൽ ദൈവം കഴിവും തരും. അപ്പം വിവാഹത്തിൻ്റെ കവനൻ്റ് ആണെന്നും ഇതൊരു മിയർ കോൺട്രാക്റ്റ് അല്ലെന്നും, കോൺട്രാക്റ്റ് ഈസ് മനുഷ്യനുണ്ടാക്കിയത്, എപ്പം വേണേലും ബ്രേക്ക് ചെയ്യും. അതിന് വാലിഡിറ്റി ലീഗലായിട്ട് കോടതിയിൽ ചെന്നാൽ നമുക്കൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുമെങ്കിലും നിയമ കോടതിയെക്കാട്ടിലും ലോകത്തിലെ കോടതിയെക്കാട്ടിലും വലുതായ സ്വർഗകോടതി എഴുതി വെച്ചിരിക്കുന്നത് ഐ ഹാവ് മെയ്ഡ് എ കമ്മിറ്റ്മെൻറ്റ്, ഐ ഹാവ് മെയ്ഡ് എ കവനൻറ്റ് വിത്ത് എബ്രഹാം ആൻഡ് ഐ ഹാവ് മെയ്ഡ് എ പ്രോമിസ് ദാറ്റ് ഐ വിൽ ബ്രിങ് ബ്ലെസ്സിങ്സ് ടു ദി ഓഫ് സ്പ്രിങ്. അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് ഈ അബ്രഹാമിന് 12-ാം അധ്യായത്തിൽ കൊടുത്ത സകല അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കണമെങ്കിൽ ഐ ഷുഡ് ഒബ്ലൈജ് ബൈ ദ പ്രോമിസസ് വിച്ച് ഗോഡ് ഹാസ് ഗിവൺ ദെയർ. ദൈവം ചേർന്ന ചില കാര്യങ്ങൾ ചെയ്തെടുക്കണം. ചുമ്മാതെ ദൈവത്തെ നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ കവനൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പലതരത്തിലാണ്. പണ്ട് കാലങ്ങളിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് കവനൻ്റ്, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത്, അതല്ല സോൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കവനൻ്റ്. എന്നാൽ ഏറ്റവും പ്രധാനമായ കവനൻ്റ് ഉടമ്പടികൾ രക്തം കൊണ്ടാണ്. ഇവിടെ റെസ്റ്റ് മുറിച്ചിട്ട് മറ്റേ ആളുടെ റെസ്റ്റ് മുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഒന്നിച്ച് വെച്ചേച്ച് അവർ ഉടമ്പടി എടുക്കും. ആ ഉടമ്പടിയുടെ അർത്ഥം മരണം വരെയും അവരൊന്നാണ്, പിന്നെ അത് മാറ്റമില്ല. അതുതന്നെയാണ് വിവാഹ ജീവിതം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്.
ദൈവം ഉദ്ദേശിക്കുന്നത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതാരാ നമ്മൾ പറയാനെന്ന് അപ്പോൾ ചിന്തിക്കാം. പക്ഷെ ദൈവം ഉദ്ദേശിച്ച സത്യങ്ങൾ എന്തെന്ന് ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയണമല്ലോ. ഞാൻ അമേരിക്കയിൽ പോയപ്പം എനിക്കറിയാവുന്ന എൻ്റെ മോടെ ഫ്രണ്ടാണ്. അവർക്കൊക്കെ ഈ കുടുംബമൊന്നും കുടുംബജീവിതത്തെക്കുറിച്ചും അതൊക്കെ ഗ്രീക്കാണ്. ബിക്കോസ് പഠിച്ച് വലിയ ആറുവേഡിൽ അവിടെ നിന്നൊക്കെ പഠിച്ച് വന്ന പിള്ളേർക്ക്, പക്ഷെ അവർക്ക് ബേസിക് നോളജ് കുറവാണ്. ദൈവത്തിൻ്റെ പ്ലാനുകൾ അറിഞ്ഞു. പെന്തക്കോസ്ത് സഭയിൽ തന്നെ പെട്ടവരെ എന്നിട്ട് പോലും. അപ്പോൾ എന്നോട് ആ കൊച്ചു ഓർക്കുന്നുണ്ട്, അല്ല വിവാഹം കഴിച്ച് പ്രായമായി, നല്ല പ്രായമായിട്ടും കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നു, അതെന്താ ഡേറ്റിങ്ങിന് പോകാതിരിക്കുന്നത് തെറ്റാണോ, ഡേറ്റിങ്ങിന് ഞാൻ പോകണമെന്ന് എന്നോട് ചോദിക്കുക. അതായത് വിവാഹത്തിന് മുൻപ് ഒരു പുരുഷനുമായിട്ട് അടുക്കണോ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. അതിന് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിന് പോലും അതിന് ഷേക്ക് ചെയ്യുകയാണ്. അത് ഞാൻ പിന്നെ ഉപദേശം കൊടുത്തു, മോളെ ദൈവമാണ് ഇത് ചെയ്യേണ്ടത്, പരിശുദ്ധാത്മാവിൽ ദൈവം ഒരു പാർട്ട്ണറെ കൊണ്ടുവരണം, അതുവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗോഡിൻ്റെ പ്ലാൻ എന്താ ദൈവം എനിക്കറിഞ്ഞൂടെ. ഇതുവരെ ആ കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല. ബട്ട് ഷീ റിമെയിൻസ് ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. ആ ഫെയ്ത്ത്ഫുൾനെസ് ദൈവം മാനിക്കണം. കർത്താവ് അത് ചെയ്തു കൊടുക്കട്ടെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എ കവനൻറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ദ ടൈം ഓഫ് വെഡിങ് ഈസ് എ കവനൻറ്റ് വിച്ച് ലാസ്റ്റ് ലൈഫ് ലോങ്. അത് ഈ ഡിവോഴ്സൊക്കെ വരുമ്പോഴേ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാനസികമായ വിഷമം നമുക്കത് വിവരിക്കാനൊക്കത്തില്ല. പിന്നെ രണ്ട് സൈഡിലും തെറ്റ് കാണും, പിന്നെ ഒരു സൈഡിൽ കൂടുതൽ, പക്ഷേ രണ്ട് സൈഡിലും വേദനിക്കുന്നുണ്ട്, ഒരു സൈഡിൽ തന്നെയല്ല. അവരുടെ വേദന എന്തെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. വി ക്യാൻ ജസ്റ്റ് സ്റ്റാൻഡ് ബാക്ക് ആൻഡ് പ്രേ ഉള്ളി. അത്ര ഒരു മരണം പോലെ തന്നെ വേദനയാണ് ഒരു ഡിവോഴ്സ്. പിച്ചിക്കയറുന്നു. എന്നിട്ട് ആര് സന്തോഷിക്കുന്നുണ്ട്? ദുഷ്ടപിശാച്. അമ്മയപ്പന്മാർ വേദനിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർ വേദനിക്കുന്നു, മക്കൾ നിസ്സഹായരായി മാറുന്നു. ദുഃഖമല്ലേ? അപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ്, അത് ഏതൊരു തീരുമാനമാണേലും അത് ശരിയായിട്ട് പഠിപ്പിച്ചിട്ട്, മക്കളെ ഇതിലോട്ടാണ് നിങ്ങൾ കയറുന്നത്, നിങ്ങളത് ചെറുപ്പത്തിൽ തന്നെ അതിനെ പ്രാപ്തരാക്കി എക്യൂപ്പ് ചെയ്തിട്ട്, നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചങ്ങ് വിടും. പക്ഷേ ദൈവത്വത്തെക്കുറിച്ചൊന്നും അറിയാൻ വയ്യെങ്കിൽ പഠിപ്പുകൊണ്ട് എത്രയോ പഠിച്ച് വലിയ പഠിത്തമുള്ളവർ വിശ്വാസ ജീവിതം എന്തെന്ന് പോലും അറിയാൻ വയ്യാത്തവർ അവിടെ ഇവിടെയെല്ലാം പരിധി നടക്കുന്ന പലരും എനിക്കറിയാം. അമേരിക്കയിൽ എൻ്റെ മോടെ തന്നെ ഫ്രണ്ട്സാണ്. അവരൊന്നും ക്രിസ്ത്യൻസ് അല്ല, അവിടെ ഇവിടെ ഉഴന്ന് നടക്കുകയാണ്. നമ്മൾ പറഞ്ഞാലും കേൾക്കണമെങ്കിൽ പുറയിൽ പ്രാർത്ഥനയില്ലാത്തതുകൊണ്ട് വലിയ പ്രയാസമാണ് മനസ്സിലാക്കാൻ. അപ്പം നമ്മളോട് ദൈവം പറയുന്നത്, the special features, parties work together towards a shared God. In Bible we see God's special relationship with us. അബ്രഹാമായിട്ടുള്ളത് ബന്ധം. Even if we are faithless, he is faithful. We are weak, but he is strong. അപ്പം ദൈവം പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഭാര്യയ്ക്കുള്ള ബലഹീനത ഭർത്താവ് കവറും, ഭാര്യയ്ക്കുള്ള നല്ല സ്വഭാവം എൻകറേജ് ചെയ്യണം, ഭർത്താവിനുള്ള അവനൊരു ജീവിതത്തിലൊരു വിഷൻ ഉണ്ടല്ലോ, അതിനെ എൻകറേജ് ചെയ്യാൻ ഒരു ഹെൽപ്പ് മീറ്റായിട്ടാണ് നമ്മൾ കടന്നു വരുന്നതെങ്കിൽ, കല്യാണത്തിന് മുമ്പേ അങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവം അടുപ്പിക്കത്തുള്ളൂ. ഇതൊക്കെ തന്നെ ദൈവം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്തിന് മുമ്പ്, അതായത് എന്തെങ്കിലും അഭിപ്രായം കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി പറഞ്ഞു കൊടുക്കണം. എന്ത് വന്നാലും ഞാൻ നിങ്ങളെ ഇട്ടേച്ചു പോകത്തില്ല. അപ്പനും അമ്മയും അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വേറൊന്നും പറയണ്ട, കുഞ്ഞുങ്ങളോട് പറയാം, എന്നെ വന്നാലും ഞാൻ നിന്നെ ഇട്ടേച്ചു പോകത്തില്ല. അങ്ങനെ രണ്ടുപേരും പറയാമെങ്കിലും ദേ കനോട്ട് ബി എ ഡൈവോഴ്സ്, ഇല്ലേ? അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരപ്പനിൽ നിന്ന് മക്കളെ മാറ്റുന്നുവെങ്കിൽ ഷീ ഡസൻറ്റ് ലവ് ദ ചിൽഡ്രൻ അറ്റ് ഓൾ. ശരിയാ, ലോകപ്രകമായിട്ട് സുഖമായിട്ട് ജീവിപ്പിക്കാൻ മാറ്റി, അല്ലെങ്കിൽ അയാൾക്ക് വല്ല ബലഹീന. ബട്ട് ഇഫ് യു ഡോണ്ട് ഷോ ഹൗ ടു ലവ് യുവർ ഫാദർ, ദ ചിൽഡ്രൻസ് ഫാദർ, യു ആർ നോട്ട് ലവിങ് ദ ചിൽഡ്രൻ. കുഞ്ഞുങ്ങളുടെ ഫൗണ്ടേഷൻ്റെ സ്ട്രക്ചർ ഇടുന്നത് അപ്പനാണ്. ആ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് അമ്മ അകത്ത് നിന്നത് പഠിപ്പിച്ചെടുക്കുക. ഇതൊക്കെ ദൈവം നിയോഗിച്ചതാണ്. ഇപ്പോൾ അതെല്ലാം മാറി സിംഗിൾ ഫാമിലി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്റ്റേറ്റിൻ്റെ, പിന്നെ ഓർഫണേജ്. ഇതാണ് സ്ഥിതി. ഇതാണോ ദൈവം ഉദ്ദേശം? അല്ല. ഇത് പറയുമ്പം പോലും ദൈവത്തിൻ്റെ വേദന ഐ ക്യാൻ ഫീൽ ഇറ്റ്. കുഞ്ഞുങ്ങളുടെ കണ്ണുനീര്, നിസ്സഹായ അവസ്ഥ. ആർ ദേ നോട്ട് ദ മോസ്റ്റ് ഹെൽപ്ലെസ് പീപ്പിൾ ആൻഡ് വി ആർ നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് ദം? ദൈവം ഇറങ്ങി വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ,
മാരേജ് ഈസ് എ കവനൻറ്റ്, ഉടമ്പടി, സ്വർഗ ഉടമ്പടിയാണ്. ദൈവം ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് മാറുന്നില്ല. അതുകൊണ്ടാണ് മുപ്പിരിച്ചാരുടെ അറ്റുപോകാൻ പ്രയാസമാണെന്ന് പറയും. അത് അറ്റുപോകാൻ ഒക്കത്തില്ല. നടുക്ക് ദൈവം എത്ര തള്ളിപ്പറഞ്ഞാലും തിരിച്ചോടി വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. പക്ഷെ നമ്മളങ്ങ് മറുത്തങ്ങ് നിൽക്കുക. ചിലപ്പം ഭാര്യയായിരിക്കാം, ചിലപ്പം ഭർത്താവായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ്. ചിലപ്പോൾ അവരുടെയൊക്കെ അമ്മയപ്പന്മാരുടെ സ്വാധീനമായിരിക്കാം, ചിലപ്പം ജോലിയുടെ പ്രശ്നമായിരിക്കാം, എന്തെങ്കിലും, ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആകാം. എന്താണേലും ഈ കുടുംബം ഒന്നായിട്ട് നിൽക്കാൻ ദൈവം ആഗ്രഹിച്ചതിനകത്ത് ദുഷ്ടശക്തി കയറി എല്ലാം നശിപ്പിക്കുന്ന ഒരു കാലത്ത് എന്തെങ്കിലും തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വേലി ഒന്നും കൂടി ഉറപ്പിച്ച് കെട്ടി അകത്ത് സമാധാനം തരണമേ. പുറത്ത് കാറ്റടിക്കാം, പക്ഷെ അകത്ത് സമാധാനം അതില്ലാതെ പോകുന്നു. അല്പകാര്യങ്ങൾ ഞങ്ങൾ ഭയപ്പെടുന്നവരായി മാറും. സെൽഫ് കോണ്ടംനേഷൻ, തന്നെത്താനെ നമ്മളങ്ങ് കുറ്റം ഏറ്റെടുക്കുക, പിന്നെ അതല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുക. ഇതൊക്കെ ദൈവത്തിൽ നിന്നല്ല. അതാ എങ്ങനെയാണെന്നുള്ളത് ഫണ്ടമെൻ്റലായിട്ടുള്ള സത്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഭാര്യയും ഭർത്താവ് ഒരുപോലെ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആകാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവാശ്രയത്തിൽ മുൻപോട്ട് പോകാൻ ഒരു പുതിയ കൃപ ഇന്നിട്ട് തരണമേ. വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ രൂപാന്തരം ചെയ്യാൻ ജീവൻ്റെ നദി ഒഴുക്കി കൊടുക്കണമേ. ഇത് ചെന്ന് കൊള്ളാത്ത വീടുകൾ ഉണ്ടാകല്ലേ അപ്പച്ച. എല്ലാ ഭവനങ്ങളിലും ഇത് ഒഴുകട്ടെ അപ്പച്ച. അപ്പച്ചൻ ചെയ്യാതെ ഒന്നും നടക്കത്തില്ല. ഈ ജീവനദി അപ്പച്ചൻ ഒഴുക്കണം. ഏദൻ തോട്ടത്തിനകത്ത് 4 ശാഖയുള്ള നദി ഒഴുകിയതുപോലെ ഭാര്യയിലും ഭർത്താവിലും മക്കളിലും അപ്പനമ്മയിലും ഒക്കെ ഒഴുകിയാൽ ഇത് നടക്കത്തുള്ളൂ. അപ്പച്ചൻ അത് ചെയ്തെടുക്കണം. യേശുവേ, അങ്ങനെ അത് ചെയ്യുമെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.